എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 36 പോയിൻ്റാണ് അപ്പ്. നമ്മൾ ഏകദേശമൊക്കെ ന്യൂട്രൽ പോയിൻ്റ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഒരു 50 പോയിൻ്റ് ഉള്ളിലാണ് നമ്മളും പ്രതീക്ഷിച്ചത്. 257 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയും അപ്പായിട്ടുണ്ട്. കാരണം ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ 37 പോയിൻ്റ് അപ്പെന്ന് പറയുമ്പോൾ 37 പോയിൻ്റ്, 37 കൂട്ടത്തിൽ 24,817, 24,817, അപ്പോൾ 24,854, 24,854, 24,925, 24,854 എവിടെയാണ്? ഏകദേശം ഈ ഒരു ബേസ് 854 എന്ന് പറഞ്ഞാലും മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. 24,878 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് 24,956 അവിടെ നിന്ന് മാർക്കറ്റ് മൂവപ്പായാൽ മാത്രമാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് 24,878 തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് 24,805 തന്നെ പോരും. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത്, അതായത് അപ്പർ ലെവൽ എന്ന് പറയണത് ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ലെവലിലേക്കാണ് മാർക്കറ്റ്. അതിന് പുറത്തേക്ക് പോവാതെ നമുക്കൊരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ബ്രേക്കൗട്ടായിരിക്കും മുകളിലോട്ട് കിട്ടുന്നതും. RSI സ്റ്റിൽ അപ്പർ സൈഡിലാണ് നിലവിൽ നിൽക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. അത് ആരെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്ട്രൈക്കിലേക്ക് പോയി. ഇപ്പോൾ ഈ 24,956, 24,708 ഈ 2 ലൈൻസ് ഒന്ന് മെയിനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. റീടെസ്റ്റ് ഏരിയ ആണത്.
കാരണം അവിടെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോയില്ലെങ്കിൽ എഗെയിൻ ഡൗൺ വന്ന മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സ്ട്രൈക്ക് 203 തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് വന്നിരിക്കുന്നത് 24,800 CE, 25,000 PE, അതേപോലെ തന്നെ നമ്മൾ ബോക്സ് വരച്ചിട്ടിരിക്കുന്നത് 24,956, 24,708. ഇതിൻ്റെ അകത്താണെങ്കിൽ കൺസോൾട്ടേഷൻ തന്നെയാണ്. ഇതിന് പുറത്തേക്ക് മൂവ് ചെയ്ത് ക്യാൻഡിൽ ഒരു 60% എങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടത്തുള്ളൂ. മാർക്കറ്റ് സ്റ്റിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഡിസിഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. അതായത് RSI രണ്ടും ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ തുടക്കം ഒരു ഡിസിഷൻ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത് 236ലേക്കാണ്, ആ ലെവലിലേക്കാണ്. അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പിന്നെ അടുത്തത് 263, 311, 320, 339, 435, 460. ഇതൊക്കെയാണ് സിയുടെ നമ്മുടെ അപ്പർ സൈഡിലേക്കുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പോയിന്റുകൾ. പിയിൽ മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഡൗൺ ആണ് വന്നിരിക്കുന്നത്. 180 താഴത്തോട്ട് പോയാൽ മാത്രമാണ് എഗെയിൻ പി ഡൗണിലേക്ക് പോകുള്ളൂ. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു ഏരിയ 180 180, 209. ഇവിടെ എവിടെയെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ പിയുടെ ടാർഗറ്റ് എന്ന് പറയണത് ഏത് ലെവലായിരിക്കും? 240 ഒരു ടാർഗറ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിലവിൽ പിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 285. RSI ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 220 സി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 236 നമ്മളുടെ ഒരു ട്രിഗർ പ്രൈസിലേക്കായിരിക്കും സി മൂവ് ചെയ്യുന്നത്. 220 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ പിയിൽ അതിൻ്റെ പുറകെ പോയി പറയണതിന് മുമ്പേ പി മൂവ് ചെയ്ത് കഴിഞ്ഞു. 285 കൺസോൾട്ടേഷൻ സോണിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറയാൻ വന്നപ്പോൾ തന്നെ സി അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓൾറെഡി SMA ആദ്യമേ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വൺ സൈഡ് മാർക്കറ്റ് വരൂല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 310 ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട്. നിലവിൽ പിയുടെ ക്യാൻഡിൽ ഹയർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 310ലേക്കായിരിക്കും മൂവ് ചെയ്യണം കേട്ടോ. 310, 330. നിലവിലുള്ള ഹൈ എന്ന് പറയണത് 303.17 7 പോയിന്റ് കിട്ടത്തുള്ളത്. അത്ര കാര്യമായിട്ടുള്ള പോയിന്റ് ഒന്നും അല്ല. RSI ഒരു ക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് റെഡിലേക്ക് കയറാതെ നമുക്കൊരു ലോങ് ഡ്രൈവ് എന്തായാലും പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. 220 ബ്രേക്ക് ചെയ്താൽ 230ലേക്ക് സിയുടെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. 220 ബ്രേക്ക് ചെയ്താൽ 230, 36 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. പിയിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ 303 ബ്രേക്ക് ചെയ്താൽ 310 എന്ന് പറഞ്ഞാലും അതൊന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. 300 ബ്രേക്ക് ചെയ്താൽ 304, 317 വരെ കിട്ടും. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും. ഇന്നലെ ആ വീഡിയോയിൽ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ന്യൂട്രൽ ഓപ്പണോ അനുബന്ധിച്ചോ ആണെങ്കിൽ മാർക്കറ്റ് മാക്സിമം കൺസോൾട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സ്കാൽപ്പിംഗ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളുടെ ആ ബോക്സിന് പുറത്തേക്ക് പോവാതെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏത് ലെവലിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ക
285. ഇന്ന് എസ് എൽ വെക്കൽ വലിയ പാടാണ്. കാരണം 285 എസ് എൽ ഒക്കെ വെച്ച് കഴിഞ്ഞാലും നമ്മളതൊക്കെ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം കൺസോളേഷൻ സോണിൽ നമുക്കൊരു പർട്ടിക്കുലർ എസ് എൽ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. 220 ബ്രേക്ക് ചെയ്താൽ സിയിൽ ഒരു സ്കോപ്പ് ഉള്ളത് 229 വരെയാണ്, 10 പോയിന്റ്. വീണ്ടും RSI സിയിലേക്ക് ഡൈവർജൻസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി SMA ഒക്കെ രാവിലെ മുട്ടിക്കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ പോരാത്തന്നെ ഇൻഡെക്സ് ചാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് കുറേ നേരത്തേക്ക് നല്ലത്. ഒരു 10:30 വരെയൊക്കെ സ്കാൽപ്പ് ചെയ്തിട്ട് ഒരു ലോങ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പക്ക കൺസോൾട്ടേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്ട്രഗിൾ വരുന്നുണ്ട്. നമുക്ക് ആ പിയിൽ RSI റെഡിലേക്ക് ഇപ്പം കയറി വരുന്നതേ ഉള്ളൂ. ആകെ ഒരു ചാൻസ് ഉള്ളത് 290-95 വരെ ഉള്ളൂ, 5 പോയിന്റ്. അങ്ങനെ ഒരു എൻട്രി നമുക്ക് കിട്ടുവാണെങ്കിൽ പിയിൽ 290-295 കിട്ടുവാണെങ്കിൽ നമുക്കൊരു 283 വല്ലതും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും, 7 പോയിന്റ്. അതിനപ്പുറത്തേക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം നല്ല സ്ട്രഗിളാണ് മാർക്കറ്റ്. ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറന്ന് വല്ലോടത്തോട്ടൊക്കെ പോകും. കാരണം ഓൾറെഡി SMA ടച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്യൂട്ടി രാവിലെ തന്നെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. RSI പിയിലേക്ക് റെഡിലേക്കൊന്ന് കയറി 290-95 മുകളിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമായിരുന്നു. കാരണം ഒന്നാമത്തെ കേസ് കൺസോൾട്ടേഷൻ സോണിൽ എല്ലാ ക്യാനിലും നിൽക്കണം. 1 അവർ ആണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിലും എല്ലാം ഒരു ലെവലിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് സിയിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്യാൻഡിലിൽ 2-3 പോയിന്റ് വെച്ചിട്ട് എടുക്കാനായിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ സോണിൻ്റെ ലൈൻ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. 215 ഒരു ലെവലുണ്ട്. 215 മുതൽ 220 വരെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരികയാണെങ്കിലും 207 വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ. ഇപ്പം സിയുടെ കേസിലാണെങ്കിൽ 215 മുതൽ 220 വരെ നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ 5 പോയിന്റ് നമുക്ക് എടുക്കാം, കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 207 സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം RSI ഇവിടെ താഴത്തോട്ട് വന്നു, പിന്നെയും മേളിലോട്ട് കയറി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ റെഡിലേക്ക് പിയുടെ കയറൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുഴുവൻ ടൈം ഫ്രെയിമും SMA അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലെല്ലാം സിയിലാണ് കിടക്കണേ. പോരാത്തതിന് 1 അവറിൽ SMA മുകളിലാണ്, 30 മിനിറ്റിൽ SMA മുകളിലാണ്, 15 മിനിറ്റ്സിൽ 20 എത്രയാണ് ടച്ച് ചെയ്യാനായിട്ട് കിടക്കുന്ന ഏരിയ. ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 25,040 15 മിനിറ്റ്സിൽ ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒരു മൂവ് വരികയാണെങ്കിൽ സിയിലായിരിക്കും മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നത്. ഒമ്പതരക്ക് ഉള്ള ക്യാൻഡിലിൽ നമുക്ക് യാഥാർത്ഥമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അറിയാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ, അതായത് 9:30 ക്യാൻഡിലിൽ ചിലപ്പോൾ ചെറിയൊരു ലോ റെഡ് ക്യാൻഡിൽ സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിവേഴ്സ് സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നോക്കാം. കാരണം 25,040 സിയിൽ ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. ആ ഒരൊറ്റ കേസിലാണ് നമ്മുടെ സിയുടെ പുറകെ കൂടിയിരിക്കണേ. RSI പിയിൽ റെഡിലേക്ക് കയറാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റില്ല. വന്നത് 168 വരെയൊക്കെ വന്നേക്കാം. അപ്പം നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻ്റ് അറിഞ്ഞിട്ടേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കാരണം 25,040 വരെ സി ഫ്യൂച്ചറിൽ കിടപ്പുണ്ട്.
പോരാത്തതിന് 25,015 SMA ആണ്. ആ SMA ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് സിയിൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 9:30യുടെ ക്യാൻഡിലായി. ഈ 9:30യുടെ ക്യാൻഡിലിൽ 220 ഒരു ടച്ചിങ് പോയിൻ്റാണ്. 220 ടച്ച് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് 195ലേക്ക് റിവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ പിന്നെയും ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിയിൽ തന്നെ ഏകദേശം കൺഫേം ചെയ്യാം തൽക്കാലത്തേക്ക്. നമ്മൾ 215 മുതൽ 220 വരെയാണ് പ്രതീക്ഷിച്ചത്. അതിൽ വന്നേക്കണത് 219.10 വരെ വന്നിട്ടുള്ളൂ. നമ്മളിപ്പോഴും കാണാറുള്ള പോലെ ഒരു 0.50 0.20, അതായത് 9:30യുടെ ക്യാൻഡിലിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നല്ലൊരു ലോ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 ക്യാൻഡിലൊന്ന് വെയിറ്റ് ചെയ്ത്. അത് 190 3 സ്ഥലത്താണ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഏരിയ ഉള്ളത്. അത് ആദ്യത്തെ ഏരിയ 207 തന്നെയാണ്. രണ്ടാമത്തെ ഏരിയ 195 ആണ്. പിന്നെ 190 ഉണ്ട്. പിന്നെ 168 ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ലോ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെഡ് വന്നിട്ടുണ്ട്. കാരണം കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരിക, അടുത്തതൊരു റെഡ് ക്യാൻഡിൽ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻ ക്യാൻഡിൽ വരിക, അങ്ങനെ കൺസോൾട്ടേഷൻ ടൈമിൽ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. 9:30യുടെ ക്യാൻഡിൽ എന്താണെങ്കിലും ഒരു റെഡ് ഞാൻ പ്രതീക്ഷിച്ചാണ്. RSI കൂടെ അനുകൂലമായിട്ട് വരണം സിയുടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസോൾട്ടേഷൻ മുഴുവൻ ചെയ്യണേ. $195 $196 അഗെയിൻ സി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാൽ പിന്നെ 180. പിന്നെ പിയിൽ ഒരു ചാൻസ് ഉള്ളത്, സ്കാൽപ്പിങ്ങിന് ചാൻസ് ഉള്ളത് 275 മുതൽ 280 SMA മുട്ടുന്നത് വരെ പിയിലൊരു ചാൻസ് ഉണ്ട്. RSI റെഡിലേക്ക് കയറുന്നുണ്ട്. RSI പിയുടേത് റെഡിലേക്ക് കയറുന്നുണ്ട്. അത് ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 280.67 ആണ്. 275 മുതൽ 280 വരെ. ആ 280 ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ 290 കൂടെ ബ്രേക്ക് ചെയ്താലാണ് പിയിലൊരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് 275 പറഞ്ഞതെന്ന് വെച്ചാൽ സിയിൽ 189.94 ഒരു സപ്പോർട്ട് സോണാണ്. ആ 189.94 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് 275 മുതൽ 280 വരെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ പിയിൽ. അവിടെ ഒരു 5 പോയിന്റ്. 278 എല്ലാം ഈ ഒരു 2 പോയിന്റ് 3 പോയിന്റ് ആ ഒരു ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് പോകുന്നത്. $277 വരെ പോയിട്ടുള്ളൂ. 2 പോയിന്റേ പോയിട്ടുള്ളൂ. 280 നമ്മൾ പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നതെന്ന് വെച്ചാൽ, താഴത്ത് കിടന്നു വെച്ചാൽ വൈറ്റ് ലൈൻ നേരെ കൊണ്ടുപോയി പൊക്കത്തിട്ട് ഒരു തടയിട്ട്. എല്ലാം നമ്മൾ 5 പോയിന്റ് പ്രതീക്ഷിക്കുന്നിടത്ത് 2 പോയിന്റ് 3 പോയിന്റൊക്കെ കിട്ടുന്നുള്ളൂ. അതായത് ഇവിടെ ഒരു വൈറ്റ് ലൈൻ താഴത്തുണ്ടായിരുന്നു. മാർക്കറ്റ് 275 ബ്രേക്ക് ചെയ്ത് 280ലേക്ക് പോണ വഴി താഴത്ത് കിടന്നു വെച്ചാൽ വൈറ്റ് ലൈൻ ഒരൊറ്റ എടുക്കൽ നേരെ മുകളിലോട്ടാണ് പോയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, പകുതിക്ക് വെച്ചിട്ട് അത് ബ്ലോക്കായി. അപ്പോൾ നമുക്കൊരു എൻട്രി, ഇപ്പോൾ പിയിൽ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 250 സെറ്റിൽ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് പി തന്നെ നമുക്ക് താൽക്കാലികമായിട്ടൊന്ന് ഹോൾഡ് ചെയ്യാം. 278 വരെയെങ്കിലും എത്തും. പിയിലെ എൻട്രി എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് ഒരു 10-15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ വെച്ചേക്കാം. അത് നേരെ മൂവ് ചെയ്ത് 290 വരെയൊക്കെ പോട്ടെ. ഇരുന്നൂറ്റി 275 നമുക്ക് പിയിലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. 280 പ്രതീക്ഷിച്ചാണ് എടുത്തത്.
അതാ വൈറ്റ് ലൈനിൽ ഹിറ്റ് ചെയ്ത് താഴത്തോട്ട് വന്നപ്പോൾ നമ്മൾ 255 ഭാഗം നമുക്ക് SL വെക്കാം, പ്രശ്നങ്ങളില്ല. കാരണം RSI പിയിലേക്ക് റെഡിലേക്ക് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 277 അല്ലെങ്കിൽ 277 ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും പോയാലും 2 പോയിൻ്റേ പോകുള്ളൂ. RSI റെഡിലേക്ക് കയറി 290 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 302 ആണ്. 302 ബ്രേക്ക് ചെയ്താൽ 316 മാർക്കറ്റ് പോകുന്നത്. അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ 277 ഫാൾ ആവണം. നെക്സ്റ്റ് ക്യാൻഡിൽ 290 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 5 മിനിറ്റിൽ മുകളിലോട്ട് പോകത്തുള്ളൂ. അതർവൈസ് സാധനം അവിടെ നിന്ന് റിവേഴ്സ് ആവും. 293, 75, 85, 95, 92, 21 പോയിന്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് അടുത്ത മൂവ്മെൻറ്റ് 296 ബ്രേക്ക് ചെയ്താൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് മുകളിലോട്ട്. ഇപ്പോൾ സിയിൽ 168 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടിൻ്റെയും ടാർഗറ്റ് നമ്മൾ സ്കാൽപ്പ് ചെയ്ത് കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ടും വെച്ചുകൊണ്ടാണ്. കാരണം 168 സി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, അടുത്ത 5 മിനിറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ RSI മുഴുവൻ സിക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് അടുത്ത മൂവ്മെൻറ്റ്. അടുത്ത മൂവ്മെൻറ്റ് എങ്ങോട്ടാ? 303 ഇനി ബ്രേക്ക് ചെയ്താൽ 316 മൂവ്മെൻറ്റ് കിട്ടും. കാരണം സി ഏത് നിമിഷം ഈ ഹാഫ് പോർഷനിൽ നിന്നൊക്കെ തിരിയാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം RSI എല്ലാം അപ്പർ സൈഡ് നിൽക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് 5 പോയിന്റ് 6 പോയിൻ്റൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നിൽക്കുന്നത്. 317 വരെ പി പോകാൻ കിടപ്പുണ്ട്. നമ്മൾ വെറുതെ ടെൻഷൻ പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഏതാ? 5 പോയിന്റ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് 303 ബ്രേക്ക് ചെയ്താൽ അടുത്ത മൂവ്മെൻറ്റ് 315 കിട്ടും. അത് 168 സി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ പിയിൽ അടുത്ത മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ സിയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. 168 എന്നുള്ള സപ്പോർട്ടാണ് സിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, വലിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 3 സ്ഥലങ്ങളാണ് നമ്മുടെ സിയുടെ സപ്പോർട്ട് ഏരിയ പറഞ്ഞത്. 192, 185, 168. ആ 168 തേർഡ് സപ്പോർട്ട് ട്രിപ്പിൾ ബോട്ടം എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോണേ. അതുകൊണ്ടാണ് നമ്മൾ പിയിൽ എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാത്തതിൻ്റെ റീസൺ. മനസ്സിലായോ? ഞാൻ സിയിൽ പറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 25,020 സിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ലൈൻ ഇട്ട് വെച്ചിട്ടാണ് മാർക്കറ്റ് ഈ പിയിൽ മൂവ്മെൻറ്റ് നടക്കണേ. ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് നമ്മൾ പിയിൽ മാക്സിമം 5 പോയിൻ്റ് 6 പോയിൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മാറിയത്. പിയിലേക്കുള്ള ഈ പീക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 215 വരെ വീണ്ടും മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ആ 200 അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 236 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 236 ബ്ലൂ ലൈൻ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇന്നില്ല. കറക്റ്റ് 168 നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണം. 168 നമ്മൾ അതിന് മുമ്പ് പറഞ്ഞത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 90 കൂട്ട്, 90 കൂട്ടിയാലും 40 പോയിൻ്റാണ് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ട്രിഗർ പ്രൈസിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 236 ആദ്യത്തെ ട്രിഗർ പ്രൈസിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണേ. ആ 236 ബ്രേക്ക് ചെയ്താൽ അടുത്തത് 263 മാർക്കറ്റ് പോകുന്നത്. കാരണം 15 മിനിറ്റ്സിൽ ഹയർ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 30 മിനിറ്റിൽ 25,089, 25,065 ടച്ച് ചെയ്യാനായിട്ട് 30 മിനിറ്റ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ 1 അവറിൽ നോക്കുകയാണെങ്കിലും RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇത് മൂന്നും ഒരേപോലെ വന്നതുകൊണ്ടാണ് ഇത്ര മാസീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണേ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക പുലിയുടെ കാര്യം അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ കാര്യം കടുവയുടെ കാര്യമൊക്കെ പറയില്ലേ, മുമ്പോട്ട് കുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുറകോട്ട് പായണേ. സാധാരണ എല്ലാവരും പറയും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയും. ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മനസ്സിൽ കാണുന്നത് മാസീവായിട്ടുള്ള അപ്പ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് താഴത്തോട്ട് വലിയുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിയിൽ RSI പിക്ക് അനുകൂലമായിട്ട് വന്നാലും നമ്മൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് പിയിൽ പ്രതീക്ഷിക്കാതെ സിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു 236. 221 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് 225 മാർക്കറ്റ് വരത്തുള്ളൂ. ആ 221 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാത്തടത്തോളം കാലം അടുത്ത ടാർഗറ്റ് 263 മാർക്കറ്റ് പോകുന്നത്. CE 221 ബ്രേക്ക് ചെയ്താൽ 205 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടും ഡൗൺ ആവും. 221 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അങ്ങനെ മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിയിലൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉള്ളത് 235 മുതൽ 244 വരെ ഉണ്ടാവും. ആ 44 ബ്രേക്ക് ചെയ്താൽ 262 മാർക്കറ്റ് മൂവ് ചെയ്യണേ. 221 താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അതേപോലെ ഇൻഡെക്സിൽ നമ്മളൊരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ആ ബോക്സിന് താഴത്തോട്ട് വന്നിട്ടില്ല. ഈ ബോക്സിൻ്റെ ഹയർ ലെവൽ ബ്രേക്ക് ചെയ്താൽ നമ്മൾ പറഞ്ഞ റെഡ് ലൈനിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ സിയിലാണ് സ്റ്റിൽ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണേ. നമ്മളത് രാവിലെ പീക്ക് അനുകൂലമായിട്ട് RSI വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പിയിലേക്ക് കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ട്രാപ്പിലാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിനെ സംബന്ധിച്ച്. അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിൻബാർ സപ്പോർട്ടാണ്. ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡേ ക്യാൻഡിൽ നോക്കിക്കേ, ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ കറക്റ്റ് ലോവിലാണ് നമ്മൾ പി കൊണ്ട ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. കണ്ടോ, 1 ഡേ ക്യാൻഡിലിൽ ഈ ലോയിൽ നിന്നാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. അപ്പോൾ ഇത് മേ ബി ഇന്നൊരു ഡോജി ക്യാൻഡിലായിട്ട് 1 ഡേ ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് അടുത്ത ബോക്സ് ഇട്ടായിരിക്കും നാളെ മാർക്കറ്റ് മൂവ് ചെയ്യണേ. നാളെ ചിലപ്പോൾ റെഡ് വന്നേക്കാം. ഇന്ന് ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് വലിയ പരിപാടിക്കൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളെന്താണ് പറഞ്ഞത്, ഈ ക്യാൻഡിലിൻ്റെ 235 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 245 45 നിന്ന് 62 ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CE സപ്പോർട്ട് എടുക്കാനായിട്ട് SMA ഭാഗത്തേക്കോ 205 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം. ആ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതെന്ന് ഓൾറെഡി 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ടാലി ആയി നോക്കിയേ, 235 നിന്ന് 245 ഒരു 10 പോയിൻ്റ് കിട്ടി. ആ 10 പോയിൻ്റ് അവിടെ എടുത്തിട്ട് മറ്റേത് താഴത്തുനിന്ന് ഒരു റീ എൻട്രി എടുക്കാനൊക്കെ പറ്റും, പറ്റായികയൊന്നുമില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ താഴത്തോട്ടുള്ളത് ട്രെയിൽ ചെയ്ത് വെക്കുന്നതിന് എത്രയോ ബെറ്ററാണ് ഇവിടെ നിന്ന് മേളിലോട്ടുള്ളൊരു 10 പോയിൻ്റ് എടുക്കുക. ദെൻ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് അത് ഓൾറെഡി ഗ്രീനാണ്, അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും നമുക്ക് 10 പോയിൻ്റ് ലാഭമാണ്. അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് പോയോ, പൊക്കോട്ടെ, കുഴപ്പമില്ല. 248 ബ്രേക്ക് ചെയ്താൽ 58 ഇട്ടൊരു 10 പോയിൻ്റ് വീണ്ടും പിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ 221 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് CE ഡംപ് ആവത്തുള്ളൂ. ആ CE താഴത്തോട്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയിൽ 235 മുതൽ ഉള്ള മൂവ്മെൻ്റാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 പോയിൻ്റ്.
അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 259 കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കിട്ടി 10-20 പോയിന്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സിയിലും പിയിലും നമുക്ക് മാറി മാറി പ്രോഫിറ്റ് എടുക്കാമെന്നാണ് ഓൾറെഡി നമ്മളിന്ന് രാവിലെ പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ വൺ ഡേ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സിയിൽ 136 വരെ കോൺസെൻട്രേഷൻ ചെയ്തു. അതിനുശേഷം എഗെയിൻ നമ്മൾ 235 നിന്ന് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താണ് ആ ഡൗണ് നമ്മളിവിടെ ഓപ്പോസിറ്റ് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം സിയിലും കൺസോൾട്ടേഷൻ ബോക്സിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സിയിലും പിയിലും നമുക്കിന്ന് പ്രോഫിറ്റ് ആവശ്യത്തിൽ കൂടുതൽ എടുക്കാം. നമ്മൾ വെറുതെ പാനിക്കായിട്ട് ഇരിക്കണ്ട. സിയിലും കിട്ടി, പിയിലും പ്രോഫിറ്റ് കിട്ടി 265 വരെ. ഇവിടെ ഇനി അഗെയിൻ കൺസോൾട്ടേഷനാണ്. ഇനി 276 ബ്രേക്ക് ചെയ്താൽ 290 ബ്രേക്ക് ചെയ്താൽ 317 വരെ പിയിൽ അഗെയിൻ മൂവ്മെൻറ്റ് കിടപ്പുണ്ട്. ഇപ്പം 35-ഉം 65 എന്ന് പറയുമ്പോൾ 35-30 പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 192, 195 നിന്ന് 136 നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത്. കറക്റ്റ് കണക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വെച്ചിട്ട് 236 പറഞ്ഞത്. 196 നിന്നാണെങ്കിലും 236 വരെ എന്ന് പറയുമ്പോഴത്തേക്കും 96, 40 പോയിന്റ് അവിടെയും 30 പോയിന്റ് ഇവിടെയും കൂട്ടിയാൽ തന്നെ 70 പോയിന്റാണ്. കൃത്യമായിട്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോയിന്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10-70 പോയിന്റാണ് സിംഗിൾ ലോട്ടിൽ തന്നെ. 276 ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ 276 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് അടുത്ത 290 മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെയൊക്കെ പോകാൻ മിച്ചം ഇട്ടിട്ടുണ്ട്. അതായത് 316 വരെ മാർക്കറ്റ് പോകാനായിട്ട് മിച്ചമൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ RSI 50% ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് അടുത്തൊരു കറക്ഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 290 ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. നോക്കട്ടെ. ട്രെൻഡ് ലൈൻ വരച്ചാലും ഒരു വിക്ക് വരാനുള്ള ഒരു ഏരിയ ബ്ലൂ ലൈനും പൊക്കത്ത് പോയി തിരിച്ച് വന്ന് റീടെസ്റ്റ് അടിച്ച് പിന്നെ മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയാലാണ് മുകളിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇപ്പോൾ ട്രെൻഡ് ലൈൻ എന്നും പറയാം, അല്ലാതെ വേറൊരു സാധനം ഉണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങണം. അത് ഇവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. അത് അപ്പോൾ നമ്മളുടെ സിയിലെ മൂവ്മെൻറ്റ് എഗെയിൻ 220 വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിയിൽ 274 എക്സിറ്റ് പറഞ്ഞു. അവിടെ നല്ല ഡൗൺ ആണ്. ഇവിടെ മൂവ് ചെയ്ത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10:30 ശേഷമുള്ള ക്യാൻഡിൽ, അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം. ഇപ്പോൾ വീണ്ടും എഗെയിൻ 220 വന്ന് ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്. ഈ ക്യാൻഡിൽ 220 മുകളിൽ ക്ലോസ് ചെയ്യുകയും വേണം. അടുത്ത ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആവണം. അതിന് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് അടുത്ത ടാർഗറ്റ് 263 പോകത്തുള്ളൂ. അപ്പോൾ അടുത്ത നമുക്ക് താഴത്തോട്ട് വരാതിരിക്കാനായിട്ട് വരക്കാൻ പറ്റുന്നൊരു ഏരിയ ഏകദേശം 212 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സെറ്റിൽ ആവാനുള്ള ടൈമാണ് ക്യാൻഡിലിന്. അതാണ് നമ്മൾ 220 വരെ ഒരു ട്രിഗർ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിലൊന്ന് സെറ്റിൽ ആവണം. ഈ ക്യാൻഡിൽ 220 മുകളിൽ ക്ലോസ് ചെയ്യണം. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആവണം, അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം. നേരെ താഴത്തോട്ട് വന്നാലും 212 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് എഗെയിൻ ഒരു ഡൗൺ വരത്തുള്ളൂ. RSI 5 മിനിറ്റിലേക്ക് ഒരു ക്രോസ് ഓവർ ഹാഫ് പോർഷനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം, 30 മിനിറ്റിൻ്റെ RSIയിൽ അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ മാർക്കറ്റ് മുട്ടാൻ 25,075 ലെവൽ മുട്ടാൻ നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു ലോവൊക്കെ വന്നിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ ഒന്നും പോകത്തില്ല. ഒന്ന് സ്ട്രഗിൾ ചെയ്യണം. കാരണം 10:30 ഒരു 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഇനിയും
ഒന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 25,075 ലെവൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ 1 അവറിൻ്റെ ക്യാൻഡിലിൽ 25,090 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഒറ്റടിക്കൊന്നും നമ്മൾ പോകുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. 25,057 വരെ ഒരു 10 പോയിൻറ്റും കൂടെ സിയിൽ ഫ്യൂച്ചറിലൊരു മൂവ്മെൻറ്റ് വരാനായിട്ട് കിടപ്പുണ്ട്. 25,057 1 അവറിലൊരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. 25,069 റിജക്ഷൻ ഉണ്ട്. 25,090 ടച്ച് ചെയ്യാനായിട്ട് ഓൾറെഡി കിടപ്പുണ്ട്. ഇതൊക്കെ കൂടെ ടാലി ചെയ്യണത് കൊണ്ടാണ് നമ്മൾ പിന്നെയും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 പോയിൻറ്റും കൂടെ സി പോകാനായിട്ട് കിടപ്പുണ്ട്. അത് നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്ട്രൈക്കിൻ്റെ വെച്ചിട്ട് നോക്കണം. ഒപ്പം തന്നെ നമ്മൾ ഫ്യൂച്ചറും കൂടെ നോക്കിയാലാണ് നമുക്ക് ഏകദേശം ടാർഗറ്റ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് നമ്മളീ പറഞ്ഞ പോലെ തന്നെ 25,060 മുട്ടാനായിട്ട് 69 ഫ്യൂച്ചറിൻ്റെ 1 അവർ ക്യാനിൽ മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 പോയിൻറ്റും കൂടെ നമുക്ക് താൽക്കാലികമായിട്ടൊന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 25,060 ഓൾറെഡി ഫ്യൂച്ചറിൽ 1 അവറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 25,070. അതേപോലെ തന്നെ 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ 25,076 ഒരു SMA ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആ 25,068 69 ആയിട്ടുണ്ട്. 25,070 ആയിട്ടുണ്ട്. ഒരു 7 പോയിൻറ്റും കൂടെ മുകളിലോട്ട് പോകണം. അതൊരു വിക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള പ്രീവിയസ് ഒരു ഹൈ ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 263 പോകത്തുള്ളൂ. ഒരു വിക്കും കൂടെ ഹിറ്റ് ചെയ്താലും 25,065 സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് 30 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട്. 25,076 ഒരു ട്രിഗർ പ്രൈസ് നിലവിൽ ഫ്യൂച്ചറിൽ കിടപ്പുണ്ട്. 15 മിനിറ്റ്സിൽ ഡേ ഹൈയിലാണ് ഫ്യൂച്ചർ ചാർട്ട് വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്കൊരു മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് 25,085 മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ SMA ഓൾറെഡി ഫ്യൂച്ചറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കയറ്റി നമുക്കൊരു 230 മേളിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. 230 താഴെ സി ഡൗൺ ആയാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് എഗെയിൻ ഡൗൺ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഏരിയ 263 ആയിരിക്കും. അതായത് ഡേ ഹൈയിലാണ് ഇപ്പോൾ ട്രിഗർ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ 263 പോകത്തുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം 230 ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത്. 230 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ ഒരു ഡൗൺ വരുള്ളൂ. അല്ലാത്ത പക്ഷം അടുത്ത 2-3 ക്യാൻഡിലിനുള്ളിൽ എഗെയിൻ ഒരു 3 ക്യാൻഡിലിനുള്ളൊന്നും ഇവിടെ സ്റ്റേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ അത് ഒരു അപ്സൈഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാക്സിമം നമുക്കൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 234. 234 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഡൗൺ ആണ്. അതർവൈസ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 263 പോകത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇവിടെ സേഫ് ആവും. ശേഷം അടുത്ത ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു ബ്ലൂ ലൈൻ വരച്ചു വെച്ചേക്കാം, താഴത്തോട്ട് വരാതിരിക്കട്ടെ. എവിടെ വരച്ചു വെക്കണം? ഇവിടെ വരച്ചു വെക്കാം. മാക്സിമം ഒരു 2 ക്യാൻഡിൽ, അതിനപ്പുറം അടുത്ത ഡയറക്ഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. കാരണം പിയിൽ 180 സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. ആ 180 ബ്രേക്ക് ചെയ്താൽ 180 സപ്പോർട്ട് സോണാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തേക്ക് വരുമോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ബാക്കി മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ ആണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ഉണ്ട്. ആ വിക്കിലാണ് സ്ട്രഗിൾ ആവണം. അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ 1, 2, 3, 4, 5, 6 ഒരു 10 ക്യാൻഡിൽ ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിളിലേക്കാണ് ഇപ്പുറത്ത് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 190 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. ആ 90 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വരാനുള്ളത് 155 വരാനുള്ളത്. അപ്പോൾ ഒരു 3-4 ക്യാൻഡിൽ ഇവിടെ
ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ 233 ട്രെയിൽ ചെയ്ത് വെക്കാം. ബെറ്റർ ഓപ്ഷൻ 233. 14 പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് ട്രെയിൽ ചെയ്ത് വെക്കുന്ന ഏരിയ. അപ്പോൾ ഓൾമോസ്റ്റ് 190 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 190 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാം. കാരണം 190 നമ്മൾ പിയുടെ റിവേഴ്സൽ പറഞ്ഞത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും റിവേഴ്സൽ വരും. അപ്പോൾ അവിടെ മുട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് സിയിൽ എക്സിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ചാർട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. കാരണം ഇപ്പോൾ ഒരു കോള് അല്ലെങ്കിൽ ടിപ്പ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 263 ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചാൽ അവിടെ എത്താതെ എന്തുകൊണ്ട് റിവേഴ്സായി എന്നുള്ളൊരു തോന്നൽ വരാം. അതിൻ്റെ എക്സാക്റ്റ് റീസണാണ് ഇവിടെ കണ്ടത്. നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സോൺ 190 190 താഴത്തോട്ട് പോയാലാണ് എഗെയിൻ ഫാൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 190 ഇവിടെ മുട്ടി അറ്റ് എ ടൈമിൽ ഇവിടെ എക്സിറ്റ് ചെയ്തു. എഗെയിൻ നമുക്ക് വേണമെങ്കിൽ പിയിൽ എന്ത് ചെയ്യാം, 190 എന്നുള്ള എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അത് ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഒരു ബേസ് ടിപ്പ് എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 190 എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 2 പോയിന്റ് കയറ്റി വെക്കാം. ആദ്യത്തെ തവണ എന്തായാലും റെസ്പെക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് നേരെ പോയി കഴിഞ്ഞാൽ 220 റീടെസ്റ്റിന് വേണ്ടി പോകും. അപ്പോൾ 190 വേണ്ട, ഒരു 199 നിന്നാണെങ്കിലും 195 നിന്നാണെങ്കിലും 5 പോയിന്റ് പ്രോഫിറ്റബിളാണ് പി നിൽക്കുന്നത്. അത് 220 വരെ മാക്സിമം. എഗെയിൻ 190 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള 263 ഇട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. അതല്ല ടോട്ടലി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 230 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ, ഇവിടെ താഴത്തോട്ട് വന്ന് അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പൊക്കോട്ടെ. ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ലല്ലോ. അത് കയറിപ്പോയാൽ അത് കയറിപ്പോട്ടെ. പോയാൽ അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോകും. ഇത് കയറിപ്പോയ ആ കൂട്ടത്തിൽ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസും റിക്കവർ ചെയ്ത് അത് അതിൻ്റെ പാട്ടിനും പോകും. അങ്ങനെ 3 രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. 263 എന്നുള്ള ബ്ലൂ ലൈൻ ഞാനൊന്ന് എടുത്ത് മാറ്റുക. കാരണം 263 അത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെയും പോകേണ്ടതാണ്. അപ്പോൾ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിജക്ഷൻ ആവും. അപ്പോൾ ആ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനെടുത്തൊന്ന് മാറ്റിയിട്ടുണ്ട്. ട്രെയിൽ ചെയ്ത് 233 പിന്നെ കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 235 കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കാം. മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 315 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 197 താഴത്തുനിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും 1 പോയിന്റ് 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പിയും വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഉറപ്പില്ല, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കിട്ടിയാൽ മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുമല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 190 സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 190 ഹിറ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ടോപ്പിലാണ് എക്സിറ്റ് ചെയ്ത് 250 എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ എൻട്രി വെച്ചിട്ട് 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന് 190 മുട്ടുന്ന സമയത്ത് ഇവിടെ എക്സിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം 190 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ മാത്രമേ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യൂ എന്നുള്ളത്. രണ്ടാമത്തെ കേസ് 233 നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ടീമിൻ്റെ ഇത്, അതായത് 225 താഴെ 230 225 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അപ്പോൾ അത് ആ ലെവലിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത്രയും ട്രെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ട്രെയിൽ ചെയ്യുന്നത് നമുക്കിവിടെ പ്രോഫിറ്റാക്കി എടുക്കാം. 215 ട്രിഗർ പ്രൈസ്. 215 മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് 229 മൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ടാലി ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 225 കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഏകദേശം 215 എന്നുള്ള ഒരു ട്രിഗർ പ്രൈസ് പറഞ്ഞു. അപ്പോൾ 195 നിന്നാണെങ്കിലും എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 195 205 215 215 എന്ന് പറയുമ്പോൾ 20 പോയിന്റാണ്. ആ 20 പോയിന്റിൽ 233 അടുത്ത മൂവ്മെൻറ്റ് കറക്റ്റ് 225 എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീടെസ്റ്റിന് വേണ്ടി പോകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ റീടെസ്റ്റിന് വേണ്ടി പോകും. അവിടെ പിന്നെ നാലാമതുള്ള ഒരു അപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RSI സ്റ്റിൽ അപ്പർ സൈഡ് ആയതുകൊണ്ട്
സ്റ്റിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് പിയിൽ നമുക്ക് 20 പോയിന്റ് എടുക്കാം. അത് മൂന്നാമത്തെ മെത്തേഡ്. അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് മേക്ക് ചെയ്തെടുക്കുന്ന സ്ട്രാറ്റജീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കണ്ടിന്യൂവേഷൻ ഹോൾഡ് ചെയ്യുക, 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കണ്ടിന്യൂവേഷൻ അങ്ങ് ഹോൾഡ് ചെയ്ത് വെക്കുക, ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഓരോ ടാർഗറ്റിൽ ഇറങ്ങുക എന്നുള്ളത് രണ്ടാമത്തെ മെത്തേഡ്. അത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത എൻട്രി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് ഇവിടെ ഇത് ഇറങ്ങുക, ഓപ്പോസിറ്റ് പി എടുക്കുക, അത് റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോഫിറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള എൻട്രി എടുക്കുക, മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പിയിൽ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നാലാമത്തെ മെത്തേഡ്. അപ്പോൾ ഏത് മെത്തേഡ് ഒരാൾക്ക് സ്യൂട്ട് ആവും എന്നുള്ളതിനെ അവരെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത ഏറ്റവും സേഫായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, 18ാമത്തെ അടവെന്ന് പറയും. അതായത് 21 പോയിന്റ് എടുത്തിട്ട് എല്ലാ ദിവസവും ട്രേഡ് വൈൻഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് ഇൻട്രാഡ് ഇട്ടിട്ട് അങ്ങ് വെച്ചേക്കുക. 3.25 ആകുമ്പോൾ ഒന്നെങ്കിൽ 21 പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 210 പോയിന്റ് ഉണ്ടാവും. ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് ആ ഒരു മെത്തേഡാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ 190-ൽ ആ സപ്പോർട്ട് എടുത്തപ്പോഴത്തേക്കും ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത് 2 പോയിൻ്റോ 1 പോയിൻ്റോ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അങ്ങ് ഹോൾഡ് ചെയ്തിട്ടേക്കും. എഗെയിൻ അത് താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ ഇവിടെ റീ എൻട്രി എടുക്കും എന്നുള്ളത് മാത്രമാണ് എൻ്റെ മെയിനായിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഫോക്കസ്. ഇവിടെ കറക്റ്റ് SMAയിൽ സപ്പോർട്ട് എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 190 എന്നുള്ള എൻട്രി ഏകദേശം 227 ഫസ്റ്റ് ട്രിഗർ പ്രൈസാണ്. ആ 227 ടച്ച് ചെയ്തു, കറക്റ്റായിട്ട് ടച്ച് ചെയ്തു. എത്ര 200 നിന്ന് എടുത്താലും എത്ര പോയിൻ്റാ? 27 പോയിൻ്റാ. ഇനി ആ 227 ബ്രേക്ക് ചെയ്താൽ 234ലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു 27 പോയിൻ്റ് ഈസി ആയിട്ട്. ഇവിടെ SMAയിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എപ്പോഴോ വരച്ചിട്ട ഒരു ബ്ലൂ ലൈൻ അവിടെ ഉണ്ട്, ഒരു പിൻബാർ സപ്പോർട്ടാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈനാണ്, വിത്ത് SMAയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 219 ആണ്. 219 എന്ന് പറയുമ്പോൾ 213, ഒരു 5-8 പോയിൻ്റ് എഗെയിൻ സിയിൽ സ്റ്റോപ്പ് ലോസ്, എഗെയിൻ റീ എൻട്രി. കറക്റ്റ് വൈറ്റ് ഡോട്ട് നമ്മൾ നേരത്തെ എപ്പോഴോ വരച്ചത്, ഇവിടെ ഒരു വൈറ്റ് ഡോട്ട്, അതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗൺ വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 5-8 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അത് ഈസി ആയിട്ട് ഇപ്പുറത്ത് തിരിച്ചു പിടിക്കാം. 228 മുതൽ 235 വരെ പിയിൽ അത് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ 212-ൽ സപ്പോർട്ട് എടുത്തപ്പോഴത്തേക്കും വീണ്ടും എൻട്രി എടുത്തു. പിയിൽ നമ്മൾ 190-ൽ എൻട്രി എടുത്തു, 226-ൽ വിറ്റു. നമ്മൾ 212-ൽ സി എടുത്തു, സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 212. 215 എന്നുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും 35-40 പോയിന്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. സിയുടെ സിംഗിൾ ക്യാൻഡിലാണ് 21 പോയിന്റിന് മേലെ കിട്ടിയിരിക്കുന്നത്. പക്ക എൻട്രിയാണ്. പിയിലും സ്കാൽപ്പിങ്ങിന് വേണ്ടി കിട്ടി 20 പോയിന്റ്, സിയിലും സ്കാൽപ്പിങ് നമ്മൾ റീ എൻട്രി കറക്റ്റായിട്ട് എടുത്തു. അതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് പറഞ്ഞു തരും. 180-ലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ 160-ലേക്ക് ഫാളാവും. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സിയിലൊന്ന് കയറ്റി വെക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് തവണ റീടെസ്റ്റ് വന്നിരിക്കണം. നമ്മളിവിടെ എവിടെയോ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി, 266 മറ്റോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. 266 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എത്ര എൻട്രി ഇതിനകത്ത് എടുത്തൊന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ മുതൽ മാറി നമ്മൾ പറഞ്ഞാണ് സിയിലും പിയിലും മാറി പ്രോഫിറ്റ് എടുക്കാം. അതിനുശേഷം നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടും. സിയിലാണ് ഹയർ ടൈം ഫ്രെയിം എല്ലാം നിൽക്കുന്നത്. നമ്മൾ സിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് എൻട്രി എടുത്താലും പ്രോഫിറ്റബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി കുറേ നാളായി മാർക്കറ്റ് ഹൈവേയിലേക്കൊക്കെ കയറിയിട്ട്. അടുത്തൊരു 3 ക്യാൻഡിനുള്ളിൽ ഒരു ബ്രേക്കൗട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി 320 നോക്കിയാൽ മതി.
നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഡമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 180 85 വരെയൊക്കെ ഫാളാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു 19 പോയിൻ്റൊക്കെ ഈ ഒരു സാധനം ഫാളാവും പി. അതനുസരിച്ചിട്ട് അത് ടാലി ചെയ്യുന്ന ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ 320 ടാർഗറ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരു കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ടാലും ബാക്കി വന്നെടുത്ത് വെച്ചിട്ട് കാണാമെന്നുള്ള മൈൻഡായി. കാരണം ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. 5 മിനിറ്റിൻ്റെ RSIയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ലോക്ക് ചെയ്തോ, ഒന്നെങ്കിൽ താഴത്തോട്ട് അല്ലെങ്കിൽ മേളിലോട്ട്, ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് പോകത്തുള്ളൂ. ഒരു 3 ക്യാൻഡിലിൻ്റെ അടുത്തൊരു തീരുമാനം എന്തായാലും അറിയാൻ പറ്റും. നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റുന്ന ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. 25,160 ഫ്യൂച്ചർ വൈകിട്ട് കൊണ്ട് ക്ലോസ് ആക്കുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഒരു 2 ക്യാൻഡിൽ 1 അവറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഒരു ലൈൻ 264 ഉണ്ടായിരുന്നു. ആ ലൈൻ ഓൾറെഡി നമ്മൾ മാച്ച് കളഞ്ഞിട്ടാണ്. ആ 264 ട്രിഗർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ 320 വരെ നമുക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 160 ഭാഗത്ത് അടുത്ത സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടറാണ്. ഇവിടെയും ഒരു 3-4 ക്യാൻഡിൽ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആ റിജക്ഷൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് പിൻബാറായിട്ട് ഫോം ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഹൈയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിയിലായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. അത് 190 വരെ 180 190 വരെ റിജക്ഷൻ എടുക്കാൻ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി രാവിലെ ആ ലൈൻ നോട്ട് ചെയ്തവർക്കറിയാം. ഇവിടെ നമ്മൾ കറക്റ്റ് ഒരു 264 പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 315 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻട്രാഡേ പൊസിഷനാണ്. 3.25 സ്ക്വയർ ഓഫ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കണേ. ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും പരാതിയില്ല. എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ലോക്ക് ചെയ്തിട്ട് വൈകിട്ട് 3.15 വരെ അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ വേറെ ഇഷ്യൂകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത് കേട്ട് ഹോൾഡ് ചെയ്യും. അതാണ് ഞാനത് പറയാനായിട്ട് മടിക്കുന്നതിൻ്റെ റീസൺ. ഇവിടെ വളരെ സ്ട്രോങ്ങാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ ചെറിയ പണിയൊന്നും എടുത്താൽ പോരാ, നല്ല പണി എടുത്താൽ മാത്രമാണ് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 11:30 അപ്പോൾ ഒരു 11:45 12 മണിയോടുകൂടി ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ കയറി അങ്ങ് പോയേക്കാം. അതിനു മുമ്പും പോയേക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ടൈം ഫ്രെയിമും സിയിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ താഴ്ത്തു പോയിട്ടും സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. ഇവിടെ 132 ഒരു സപ്പോർട്ടുണ്ട്. 132 ചെറിയൊരു റിജക്ഷൻ കാണിക്കും. ആ 132 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 85 മൂവ് ചെയ്യണത്. അതേപോലെ 25,155 ഫ്യൂച്ചറിൽ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. അത് 5 മിനിറ്റിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 25,160, 30 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 25,165, അതേപോലെ തന്നെ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 25,160 റെസിസ്റ്റൻറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ഇനി 25,221 കൂടെ പോയി കഴിഞ്ഞാൽ SMA മാർക്കറ്റ് ടച്ച് ചെയ്യും. ഇവിടെ നല്ല രീതിയിൽ ഒരു സ്ട്രഗിൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാനത് കാണിച്ചു തരാം. അത് 1 അവറിൽ കണ്ടോ, 1 അവറിൽ 25,160 ടച്ച് ചെയ്തു. 15 മിനിറ്റ്സിൽ 25,160 ടച്ച് ചെയ്തു. 1 അവറിൽ 25,190 ഇഞ്ച് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്.
25,160 ടച്ച് ചെയ്തു. അതാണ് അവിടെ ഒരു റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. 25,160 കൂടെ ബ്രേക്ക് ചെയ്താൽ SMA പോകും. അപ്പോൾ 30 മിനിറ്റിലാണെങ്കിലും 1 അവറിലാണെങ്കിലും 15 മിനിറ്റ്സിലാണെങ്കിലും ഒരു ഏരിയ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സിലാണെങ്കിലും എന്തായി അവസ്ഥ, നമ്മുടെ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. അത് 15 മിനിറ്റ്സിൽ നമുക്കൊന്ന് നോക്കാം. 15 മിനിറ്റ്സിലും നമ്മൾ എന്താ പറഞ്ഞത്, ബോക്സിൻ്റെ പുറത്തേക്ക് ക്യാൻഡിൽ 60% എങ്കിലും ക്ലോസ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടിന്യൂവേഷൻ ഒരു മൂവ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത 15 മിനിറ്റ്സ് RSI ഓൾറെഡി ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ അടുത്തൊരു 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് 320 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ റെസിസ്റ്റ് വരുമ്പോൾ എന്തായാലും അവിടെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് നമ്മൾ പറ്റുമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ശരി, അവിടെ അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് സ്ട്രഗിൾ ചെയ്തു ഇറങ്ങി, ഒന്ന് കയറി ഇറങ്ങി, ഒന്ന് കയറി ഇറങ്ങി, അടുത്തത് ഇനി മുകളിലോട്ട് കയറുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 140 ഇതിൻ്റെ ഒരു SL ഏരിയ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ആണ്. ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു 180 190 റീടെസ്റ്റിന് വേണ്ടി പോകും. അത് പോയിൻ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കാം. ചെറുതെന്തെങ്കിലും കിട്ടി അത്രയും നല്ലതല്ലേ. കാരണം ആലോചിക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ, നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്കിലേക്ക് നമ്മൾ കയറ്റി വെക്കേണ്ടി വരും. 153 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അല്ല, കുറവാന്നല്ല, കൂടുതലാണ്. പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊരു 3 പോയിൻ്റ് വിട്ട് കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. കിട്ടിക്കഴിഞ്ഞാൽ 165 വരെ, ഒന്നെങ്കിൽ 165 വരെ കിട്ടണം, അല്ലെങ്കിൽ ഒരു 5 പോയിൻ്റ് അതിൽ നിന്ന് കിട്ടണം. 5 പോയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റോ കയറ്റി വെക്കാം, അല്ലെങ്കിൽ 3 പോയിൻ്റ് വിട്ടു കൊടുക്കാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ അവിടെ എത്ര പോയിൻ്റ് കിട്ടി? 155 11 പോയിൻ്റ് ഓൾമോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരും? 192 വരെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അടുത്ത ലെവൽ, അതായത് നമ്മളിവിടെ നിന്ന് ഈ ടിപ്പ് വരെയുള്ള ഈ ഗ്യാപ്പ് സോൺ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ കൃത്യമായിട്ട് ഇറങ്ങുക. ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ 195 ഭാഗത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുക. അതായത് 192 ഭാഗത്തേക്ക് മാർക്കറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ലോട്ട് 3 ലോട്ടൊക്കെ, അല്ലെങ്കിൽ ഈവൻ ഒരു 5 ലോട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു മെജോറിറ്റി ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻ്റോ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി. ഇത് നല്ല രീതിയിലൊരു മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 195 199 വരെ മാർക്കറ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അനദർ മൂവ്മെൻറ്റ് വരുള്ളൂ. 3 ഓപ്ഷൻ ഉണ്ട്. കാരണം മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പീര് കുറച്ച് മൂവ് ചെയ്ത് കൂടായില്ലല്ലോ. കാരണം സിയിൽ ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ റെസിസ്റ്റ് ചെയ്ത റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഡൗണ് നമ്മളിവിടെ ചെറിയ രീതിയിലൊരു 11 പോയിൻ്റായിട്ട് എടുത്തത്. അപ്പോൾ ആ ഡൗൺ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്, ഇവിടെ ചെറിയ പ്രോഫിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അത് മാത്രം ട്രേഡ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓൾറെഡി നമ്മളൊരു 192 ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിയിൽ നമ്മൾ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 192 199 ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എൻട്രി എടുത്തത് ആദ്യത്തെ തവണ 155 നമ്മൾ എൻട്രി എടുത്തത്, 150 എൻട്രി എടുത്തത്. 50 മുതൽ 97 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 47 പോയിൻ്റാണ് മാർക്കറ്റിൽ ഇവിടെ ഒരു മൂവ് കിട്ടിയിരിക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി പോകാനുള്ള അപ്പോൾ ഞാൻ 192 194 വരെ ഉണ്ടായിരുന്നു. ഒരു ബഫർ സോൺ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് വെച്ച്. ഇനി ഇതിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 218 252 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം മടുത്തു. ഇപ്പം ഞാൻ ഒരു പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ചെറിയ ലോഡ് സൈസിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനുള്ള എല്ലാ
കാര്യങ്ങളും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ രണ്ട് വ്യൂവേ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളൂ. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇതേ കാണാം, 25,000 PE ബൈസോൺ ടാർഗറ്റ്. ഞാൻ ആദ്യം ഇട്ടത് 192 മാത്രമേ ഇട്ടുള്ളൂ. അതിനുശേഷം 192 ഹിറ്റ് ചെയ്തപ്പോഴാണ് പിന്നെ 215, 250 SL ഏരിയ 10 പോയിൻ്റാണ് SL ഏരിയ ഇട്ടത്. അപ്പോൾ 270 മുകളിൽ വന്നാലേ മൂവ്മെൻ്റ് ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11:47 ആ ഇട്ട എൻട്രി PE ടാർഗറ്റ് 40-42 പോയിൻ്റ് സിംഗിൾ ടാർഗറ്റിലാണ് ഹിറ്റ് ചെയ്തത്. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 40 പോയിൻ്റ് മേളിലാണ് ഇട്ടത്. അപ്പോൾ ഓൾറെഡി അത് സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ടാണ്. അതതിൻ്റെ ഒരു ഫൈനൽ ടാർഗറ്റ് എന്നൊക്കെ പറയണത് മേ ബി ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 225 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ആ വഴിക്ക് പോട്ടെ. അപ്പോൾ വീഡിയോ ഏത് നിമിഷവും വൈൻഡപ്പ് ആക്കാം. ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ആക്കാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. സിയിലും പിയിലും ഒക്കെ മാറി മാറി മാക്സിമം ട്രേഡുകൾ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവിൽ ഒരു ബാക്ക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഒരിക്കലും കോളൗട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ച് ആരും ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് തരും. അത് സ്വന്തമായിട്ട് ഡിസിഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നവർ ലൈവിലേക്ക് വരിക. അപ്പോൾ ആദ്യം കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത് ശീലമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചാർട്ട് കണ്ടാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും.